ഞാനും എൻ്റെ പൈലാണ് പൂജപ്പുര ഗ്രൗണ്ടിൽ കാണും. I do the cooking, yes, I do the cleaning. Plus I keep the nana real sweet for your eating. Yes, you be the boss and yes, I be Sir, കുറച്ച് രണ്ട് അപ്പോയിൻമെന്റ് എടുക്കട്ടെ? പ്ലസ് ടു ഫെയിൽ ആയിട്ടിരിക്കുന്നില്ല. അപ്പോഴാണ് ഫ്രണ്ട് വന്ന് തന്നെ പൂജപ്പുരയ്ക്ക് പ്ലസ് ടു ഫെയിൽ ആയതുകൊണ്ട് നമുക്ക് ഡിഗ്രി കോഴ്സ് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിപ്ലോമ നോക്കണം. കോഴ്സ് പലതുണ്ട്. 1 year ഉണ്ട്, 2 year ഉണ്ട്, 3 year ഉണ്ട്. ഇപ്പോൾ IPD ആണ് നമുക്ക് കൂടുതൽ ചെയ്യണം. ഇവിടെ മലേഷ്യൻ സർട്ടിഫിക്കറ്റ്, പിന്നെയുള്ളത് BSS, പിന്നെ BMS, ഇന്ത്യൻ സർട്ടിഫിക്കറ്റുകളുണ്ട്. നിനക്ക് ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് നിനക്ക് താല്പര്യം ചെയ്യാം? അങ്ങനെ ഇപ്പോ ഈ ഹോട്ടലിൽ വലിയ അറിവൊന്നുമില്ല. അപ്പൊ നമുക്ക് DHO ചെയ്യാം. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് ഫുള്ള് ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് വരുന്ന ഒരു കൊല്ലത്തേക്ക് 55,000 രൂപയാണ് വരുന്നത്. 55,000. എത്ര വർഷം കോഴ്സ് ഉണ്ടാവും? ഇവര് 2 വർഷം കോഴ്സ് നമുക്ക് ചെയ്യാം. ഡിപ്ലോമ അല്ല, 2 വർഷം മതി. അതുകൊണ്ട് നമുക്ക് ഡിപ്ലോമ വരുന്ന വെച്ചാൽ 1.5 വർഷം കോളേജ് ട്രെയിനിങ്ങും 6 മാസം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് വരുന്നത്. ട്രെയിനിങ് നമുക്ക് പുറത്ത് നോക്കാം. പിന്നെ 100% പ്ലേസ്മെന്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി മലേഷ്യൻ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ പ്ലേസ്മെന്റ് കാര്യങ്ങൾ ഷുവറാണ്? പ്ലേസ്മെന്റ് കാര്യം 100% ഷുവറാണ്. ഫീസിന്റെ കാര്യം? ഫീസ് നമുക്ക് 3 ടൈം ആയിട്ടാണ് വരുന്നത്. 18,500 വെച്ചിട്ട് ഒരു ടൈമിൽ അടയ്ക്കും. ഒരു ടൈം സെം ആയിട്ട് 1 വർഷം 2 സെം 4 സെം 1 വർഷം 3 സെം ഒരു സെം പ്രാക്ടിക്കൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോലെ. പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മുടെ അക്കാദമിക് ഇയർ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ആ ഫീസ് ഫുള്ള് നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% പ്രാക്ടിക്കലാണ്. കോളേജിന്റെ ടൈം നമുക്ക് 2 ഷിഫ്റ്റ് ഉണ്ട്. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. ക്ലാസ് മണിക്കൂർ 3 മണിക്കൂറുണ്ടാവും. 3 മണിക്കൂറുണ്ടാവും. 90% പ്രാക്ടിക്കൽ ആയിരിക്കും. 10% മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബാക്ക് കുട്ടികൾക്ക് അങ്ങനെയാണ് നല്ലത്. ഹോട്ടൽ മാനേജ്മെന്റ് അല്ലേ, അതാണ് നല്ലത്. അപ്പൊ നിങ്ങള് ജോയിൻ ചെയ്ത് താല്പര്യം പാർട്ട് ടൈം ജോബിന്റെ കാര്യം കാരണം പാർട്ട് ടൈം ജോബ് ഉണ്ട്. ഞങ്ങൾ കോളേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് പാർട്ട് ടൈം ജോബ്. അതിങ്ങനെ ഹോട്ടലിൽ എടുത്തന്നെ എല്ലാവർക്കും 10 ഒരു മാക്സിമം 10,000 രൂപ സാലറി ഉണ്ടാവും. എത്ര മണിക്കൂറാവും ടൈമൊക്കെ? നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ച് നമുക്ക് കോളേജിൽ റെഫർ ചെയ്യും. അഡ്മിഷൻ ഇപ്പോൾ 10ന്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ പ്ലസ് 2 ഫെയിൽ അല്ലേ, 10ന്റെ സർട്ടിഫിക്കറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം സാറേ. അതങ്ങനെ ചെയ്തേക്കാം. ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഫീസ് ഇപ്പൊ എത്ര അടയ്ക്കുന്നുണ്ടോ? ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ 2 വർഷത്തിന് ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 10% ഓഫർ ഉണ്ട്. ചേരാൻ വേണ്ടിയാണെങ്കിൽ 12,000 രൂപ അടയ്ക്കണം. 5,000 രൂപ യൂണിഫോമിനും പിന്നെ ബാക്കി സീറ്റ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര റഷല്ല സീറ്റ് പോകും. അതുകൊണ്ട് 2,000 രൂപ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ബുക്ക് ചെയ്യാൻ 2,000 രൂപ വേണ്ടി യൂണിഫോം പൈസ അടയ്ക്കേണ്ടി വരും. മൊത്തത്തിൽ 12,000 രൂപ അടയ്ക്കേണ്ടി വരും. അഡ്മിഷൻ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ്സ് സാധനം കൊടുത്തു. ഈ സാധനം ടീച്ചർ വാങ്ങിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് കാർഡ് എങ്ങനെയാ? കാർഡ് പൈസ കാർഡ് നമ്പർ 054. എത്ര അടയ്ക്കാൻ നിങ്ങൾ? 12,000. സാറേ പ്രൊസീഡ് അപ്പോൾ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ അപ്പോൾ യൂണിഫോമിൻ്റെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തതിൻ്റെ റെസീറ്റ് ഇതോടെ കോളേജിൽ കാട്ടിയാൽ വായിക്കും. ബാക്കി അവർ പറയാൻ എല്ലാം പറഞ്ഞ റെസീറ്റ്. യൂണിഫോം പിന്നെ മുടിയുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോ. ഇത്ര നീളൊന്നും പറ്റിയ മുടിയുടെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റാണ്. അവനെ കുറച്ച് ശരിയെങ്കിലും കോളേജ് കേട്ടോ. ചിരിക്കണ്ട.
താങ്ക് യു സർ. അച്ഛാ 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 നിങ്ങള് വന്നാ ശരിയല്ല സാർ അഡ്മിഷൻ എന്തായി? അഡ്മിഷൻ ശരിയാണ്. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയും പഠിച്ചപ്പോൾ രക്ഷപ്പെട്ടാൽ മതി. രക്ഷപ്പെട്ടാൽ മതി. ഇത്ര എത്തിച്ചു കൊടുത്തില്ല. എത്ര ജനാക്കുക പിന്നെ അവന്റെ ലൈഫ് അവന്റെ കയ്യിലാണ്. പിന്നെ അവനെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോളേജ് ഹോസ്റ്റലുണ്ടാവും. അതിലെടുക്കാം തൽക്കാലം പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാറ്റ് അങ്ങനെ എടുക്കണമെങ്കിൽ ഞാൻ ആയിക്കോട്ടെ. വേണ്ട പാട്ടൊന്നും എടുക്കണ്ട. ഒത്തിരി നശിക്കോ അതൊരു കാരണമാവും. നമുക്ക് ഹോസ്റ്റൽ മതി. നമുക്ക് കുറച്ചുകൂടി അതെത്ര പൈസ ആയാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഹോസ്റ്റലിൽ വന്നാൽ മതിയാവില്ല. ഹോസ്റ്റൽ മതി. അച്ഛൻ്റെ ഓഫീസിൽ പോട്ടെ. കുറച്ച് വർക്ക് ഉണ്ട് ഓഫീസിൽ. ഞാൻ പോയിട്ട് ഓഫീസ് നീ എവിടെ പോകണ്ട. ഇങ്ങോട്ട് പോടാ. വന്നിട്ട് ഇല്ലാത്ത പൈസ മുടക്കിയാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പം അതിന്റെ ഇത് നീ കാണിക്കണം. നീ നിന്റെ ചേട്ടനെ കണ്ടോളി. എനിക്ക് അവൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അപകടം പറ്റി കിടപ്പിലായിരുന്നു. അവന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അവൻ സ്വന്തമായിട്ട് എല്ലാം ചെയ്തു. അവനൊരു പണിക്ക് പോയി. അതിന് ശേഷമാണ് അവൻ പഠിക്കാനൊക്കെ പോയി. അവൻ ഫീസ് അടച്ചത്. അത് ഞാൻ ഇന്ന് ഓർത്ത് ദുഃഖിക്കുക. കാരണം അവനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. നിനക്ക് അവനോട് ദേഷ്യം ഉണ്ടാകുമെന്നല്ല പറയുന്നത്. നീ അവൻ നിനക്കൊരു മാതൃകയാണ്. നിന്റെ ചേട്ടൻ അവനെ കണ്ട് നീ പഠിക്കണം. പിന്നെ ചീത്ത കൂട്ടുകൾ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ചീത്ത കൂട്ടുകളൊന്നും പെടരുത് കേട്ടോ. ആ കേക്കുന്നുണ്ട് അച്ഛാ. ഞാൻ പഠിച്ചോളാം. പിന്നെ അവിടെ ഇവിടെ കളിക്കുന്ന നമുക്ക് പബ്ജി ഉറക്കൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. നമ്മൾ ആ ഒരു ഇത് മനസ്സിൽ കൊണ്ടുവരണം. നീ രക്ഷപ്പെടണം. എനിക്ക് അതേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. നിനക്ക് എന്ത് വേണേലും ഞാൻ അച്ഛൻ സഹായിച്ചു തരാം. ശരി അച്ഛാ, മനസ്സിലായി. ഞാൻ പഠിച്ചോളാം. കേൾക്കണേ മോനെ. ആ രണ്ട് സൈഡിൽ ഓരോ ലേഡീസാണ്. എല്ലാരും ചോദിക്കാൻ തുടങ്ങി പ്രാക്ടിക്കലൊക്കെയാ. എടാ നമ്മുടെ അഭിലാഷ് കോളേജ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ആ ചെറിയ നമ്മുടെ ചെറിയ അഭിലാഷ്. അപ്പൊ അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞില്ലായിരുന്നു. നീ വിളിച്ചു നോക്കിയോനെ. ഹലോ അളിയ എവിടെ? ഞാൻ പബ്ജി കളിക്കടാ. വീട്ടിലാ പബ്ജി കളിക്കാ. ആണോ ഇങ്ങോട്ട് വരാന്ന് അവൻ പറഞ്ഞു. ഇതല്ലേ പറഞ്ഞ കോളേജ് ഒരുമാതിരി ചേമ്പില കോളേജ് ആട്ടുംകൂടുമായിട്ടുള്ള കോളേജ്. ആട്ടുംകൂട് മാതിരി കോളേജ് എന്നാ അവസ്ഥ. ആ ചെക്ക നമ്മളോട് ഒരു വാക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങോട്ട് വരണ്ടപ്പോ ആദ്യം ഇങ്ങോട്ട് വരും. ആടാളിയാ പൂജപ്പുര ചേർത്ത് കാരണമായിട്ട് ആടോ അതെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണ. നീ എന്നോട് ഒരു വാക്ക് ചോദിക്കത്തില്ല. ഇന്ന് രാവിലെ പോയി ചേർന്നാടോ. ഇന്ന് രാവിലെ വീട്ടിലെ അമ്മയും ചേട്ടനും അച്ഛനും കൂടി കുഞ്ചി കെട്ടിക്കൊണ്ടുപോയതാ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല. ഒരു വാക്ക് ഇവരോടാണേലും ഇവനോട് പറഞ്ഞില്ലല്ലോ. നീ എന്നെ വിളിക്കുമ്പോഴാണേലും ചോദിക്കത്തില്ല. ഞാനിങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞല്ലേ. അതിന് പോയൊക്കെ പെട്ടിയില്ലേ? അല്ല നീ എവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ പോയ? മലപ്പുറത്ത്. അവിടെ മറ്റേ താടി വെച്ച 2 സാറുമാര്. അവനെന്താ വലിയ ക്യാമ്പസാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ക്യാമ്പസാടാ. ആകെ ഒരു അവരെന്നോടെന്താ പറഞ്ഞ് അവിടെ വലിയ ക്യാമ്പസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, 10,000 രൂപ ശമ്പളം. ഒരു തീപ്പെട്ടിമാരോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ചെക്കൻ മൂഞ്ചി പോയില്ലേന്ന്. അരമൂഞ്ചിൽ കുഞ്ചു കുഴപ്പമില്ല. റോഡ് സൈഡിലാടാ ക്യാമ്പസ് ഒന്നും അല്ല. റോഡ് സൈഡിൽ ഒരു ബാങ്ക് പോലെയാണ്. ആ ബാങ്കാ തോന്നിപ്പോ കണ്ടാൽ. ബാങ്ക് താടി മുടിയൊന്നും പറ്റത്തില്ല. കോളേജ് അലമ്മന്മാരുടെ കോളേജ് എങ്ങനെ ഉണ്ടാവുന്ന അവിടെ ചെന്ന് കണ്ടാലറിയാം നിനക്ക് അവസ്ഥ. പിന്നെ കുഴപ്പമില്ല. ഞാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഫസ്റ്റ് ഇയേഴ്സിന് അത്ര മൈൻഡ് ഒന്നും ഉണ്ടാവില്ല. നീയൊക്കെ വലിയ സീനിയേഴ്സ്. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെയാ അവിടെ?
ക്ലാസ് ഒക്കെ എങ്ങനെയാ? നിന്നോട് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ? 90% പ്രാക്ടിക്കൽ എന്നാ പറഞ്ഞു ഞങ്ങള്. അതൊക്കെ വെറുതെയാടോ. മനസ്സിലായില്ലേ ഇപ്പൊ കോളേജിനെ കുറിച്ച് ഏകദേശം ഒരു ബോധം? സാറുമാരൊക്കെ എങ്ങനെയാ? അതിനകത്ത് കുറെ മലയാളി സാറുമാരെന്ന് വെച്ചാൽ ഒരു 5 പേരെങ്ങാണ്ടുണ്ട് ഏകദേശം. അവര് കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് HKയുടെ പ്രൊഡക്ഷന്റെ സാറുമാര് പൊളിയാ. ചങ്കു പോലെയാ, കൂടെയൊക്കെ നിൽക്കും പൊളിയായിട്ട്. നീ എന്നാ ഇനി പോകുന്നേ? എന്താണ് ഞാൻ ഇപ്പൊ ഇല്ലടാ. എന്താണേലും ഞങ്ങക്ക് ശോകമാ, പിള്ളേരൊന്നും വന്നിട്ടില്ല. ക്ലാസ് ഒക്കെ എങ്ങനെയാ ഇപ്പൊ? ക്ലാസ് ഒക്കെ എന്തുവാ? ക്ലാസ് എന്ന് വെച്ചാൽ വെറും അലമ്പെന്ന് വെച്ചാൽ ഇത്ര ഒരു അലമ്പ് ഒരു കോളേജ് വേറെ ഇല്ല. പൂനെ ലൈഫിലൊന്നും വെറും കുഗ്രാമത്തില്, കുഗ്രാമം എന്ന് വെച്ചാൽ കോളനി എന്ന് പറയില്ല നമ്മുടെ ഇവിടുത്തെ സാധാ എല്ലാരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു കോളനി, ഒരു ഗ്രാമത്തിന്റെ ഉള്ളില്. കാട്ടുമുക്കാണോ? അത് വരുമ്പോ അറിയാൻ പറ്റും കാട്ടുമുക്കാണോ എന്താണോ. നീ ഞാൻ നാളെ പോവാൻ നിൽക്കുക. നാളെ പോവാൻ നിൽക്കുക? കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോഴേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഞങ്ങളെയൊക്കെ കണ്ടിട്ട് നിൽക്കാനാ. ആഴ്ചയിലൊന്ന് ക്ലാസ്സിൽ കയറുന്ന ഞങ്ങളെ കണ്ടിട്ട് നീ എവിടെ പോയി നിൽക്കാനാ? എന്നാ അവസ്ഥയാണെന്നറിയോ? അല്ലടാ ഈ എന്നാ പോന്നെ? എന്റെ കൂടെ ആരൊക്കെയുണ്ട്? നാളെ രാത്രിയാണ് ട്രെയിൻ. എതിരാജുണ്ട് നമ്മളപ്പോ. ഏത്? നമ്മുടെ കോഴിയെന്ന് കോഴി നല്ല കൂട്ടളിയാ. അവിടെ നിന്ന് കോഴിത്തരം കാട്ടണൊക്കെ നന്നായിട്ട് പറ്റും. നല്ല പെൺപിള്ളേരൊക്കെ ഉണ്ട്. പറ്റിയ കൂട്ടാ. പിന്നെ വേറെ പിന്നെന്താ? പാക്കായ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്ട്, കുറച്ചും കൂടി പാക്ക് ചെയ്യാണ്ട്. നാളെ എത്ര മണിക്കാ ട്രെയിൻ? അപ്പൊ നാളെ രാത്രിയാ. രാത്രിയാണല്ലേ? പോയിട്ട് വരാം. സമയം കളയണ്ടത്. പോയിട്ട് വരാം. എടാ മോനെ, എനിക്ക് അവന്റെ കാര്യം കൊടുത്ത് ടെൻഷൻ ആവുന്നതാ. അവനെ നോക്കാനോ കാണാനോ ആരുമില്ല അവിടെ. കുഴപ്പമൊന്നുമില്ല അച്ഛൻ, അവന്റെ ഫ്രണ്ടും ഇല്ലേ, അവൻ പക്വത ആയില്ലേ, അത് ശരിയാവും. അവിടെ ചെന്നാ റെഡി ആയിക്കോളും. വീട്ടിൽ വേണ്ട അച്ഛൻ പുറത്തേക്ക്. ആരും ഇപ്പൊ ടെൻഷൻ കൊടുക്കണ. അത് കുഴപ്പമില്ല, അത് ശരിയാവും അച്ഛൻ. പിന്നെ അതുപോലെ ടെൻഷൻ അടിച്ച് ഏതൊക്കെ ആൾക്കാരാകുമ്പോ ഒന്നും അറിയില്ല. ആദ്യമല്ലേ നിൽക്കുന്നത്. ആദ്യം തന്നെ പോണേ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാം. പക്ഷെ എനിക്ക് പ്രായത്തിലും ഓടിച്ചെല്ലാൻ പറ്റില്ല. ഇപ്പൊ നിനക്ക് ഓഫീസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റത്തില്ല. അതിന്റെ ആവശ്യം നമ്മൾ അയ്യല്ലേ പോയാലേ പറ്റൂ. അതിന്റെ പ്രശ്നം നമുക്ക് നോക്കാം. അപ്പോഴല്ലേ ഇപ്പൊ പേടിക്കുന്നു വേണ്ട അച്ഛൻ. എടാ മോനെ, വണ്ടിയുടെ സമയം എപ്പോഴാ? ഏരായി അഭിലാഷേ വരുവാ. എന്റെ കാര്യം നിർത്തുന്നില്ല. പിന്നെ പൈസ കൊടുത്തിട്ട് കാര്യമില്ലേ? മോനെ, നിന്റെ ഒരു കണ്ണിന് വലിയ വേണം കേട്ടോ. എന്നെ വിശ്വസിച്ചാണ് വിടുന്നത്. ഇവിടെ ആരും നോക്കാറില്ല. രണ്ടുപേരും തന്നെ കൂട്ടുകളൊന്നും പോകാതെ നല്ലോണം ജീവിക്കണം. നല്ലോണം പഠിച്ച് നല്ലൊരു മക്കളെ തിരിച്ചു തരണം കേട്ടോ. എടുത്തില്ലേ? ഈ 2 മണിക്കൂർ അക്കൗണ്ട് കിട്ടണ്ടോ? പഠിച്ചു അച്ഛൻ പോയിട്ട് അഭി, അവനെ ഓർമ്മ